സ്വന്തമായി കാറുള്ള ഒരു സ്ത്രീ നാളെ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നു, ഫ്രീ ആണോ? അതെന്ത് പാവപ്പെട്ടവരോടുള്ള സമീപനമാണത്? അതിന് ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും, ജനങ്ങൾ പറയട്ടെ. നല്ല കാറുണ്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് കാർ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഇതിൽ കയറി ഫ്രീ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താ? പല റേറ്റില്ലേ? ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകണം, 2000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്ന പറഞ്ഞു? കർണാടകത്തിൽ നശിപ്പിച്ചു. അത് ഇവിടെ ഇനി ഇത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായിട്ട് ഇത് ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണ് KSRTC ഉയർച്ച. ഇപ്പൊ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര അനുവദിച്ചാൽ ഇപ്പൊ നിലവിലുള്ള നഷ്ടത്തെക്കാളും വലിയ നഷ്ടത്തിലാവും KSRTC എന്നാണ് പറയുന്നത്. ഇപ്പൊ ഹ്രസ്വദൂര യാത്ര വേണമെങ്കിൽ അനുവദിക്കാം, അതല്ല മൊത്തത്തിൽ വേണമെങ്കിലും അനുവദിക്കാം. പക്ഷെ ഈ പ്രസ്ഥാനം നഷ്ടത്തിലാണെങ്കിലും മറ്റ് ഗവൺമെന്റിന്റെ പ്രസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് മദ്യം, ബീവറേജസ്, അത് ഭയങ്കരമായ ലാഭത്തിലല്ലേ? അത് നഷ്ടത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത്രമാത്രം ടാക്സ് ആണ് അതിനകത്ത് നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നഷ്ടത്തിലായാലും മറ്റൊന്നിനകത്തൂടെ ടാലിയാക്കാം, വേണമെന്ന് വെച്ചാൽ ഇത് ചെയ്യാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഗവൺമെന്റ് ചെയ്തു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം വരുന്ന അടുത്ത ഗവൺമെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് പെൻഷൻ 2000 രൂപ കൊടുക്കുന്നു, അത് ഈ വരുന്ന ഗവൺമെന്റ് 3000 ആക്കി കഴിഞ്ഞാൽ അടുത്ത വട്ടം 4000 ആക്കേണ്ടി വരും. അപ്പൊ ഗവൺമെന്റിന് അത്രയും സ്ട്രെസ് കൂടും. അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. അല്ലാതെ സ്ത്രീകൾക്ക് ഇപ്പൊ യാത്ര ഫ്രീ ആക്കിയെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഓൾറെഡി ഈ KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം നഷ്ടത്തിലാണ്. വേറെ എന്തിനെങ്കിലും ലാഭം കണ്ടുകൊണ്ട് ഇതിനകത്തൊരു നഷ്ടം സഹിച്ച് ഇപ്പം ഞങ്ങൾക്ക് അധികാരം വേണം എന്ന ആഗ്രഹമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിരിക്കും.